എന്താക്കുന്ന ഇപ്പം നമ്മൾ കർണാടകക്കൊക്കെ അറിയാമെന്നിട്ട് ആക്കുന്ന അവിടെ ലീഗിൻ്റെ അവർ ഉണ്ടായിട്ട് പിളർത്തിയരി അതാക്കിയരി ഇതാക്കിയരി ഞങ്ങളുടെ കൂടെ ലീഗിൻ്റെ അവർ എന്തും ഇല്ലല്ലോ ഉസ്താദ് കൂടെ ആര് പിളർത്തിയേ കൂടെ പിളർത്തിനാര് രണ്ട് വിഭാഗം ആക്കിയിരുന്നില്ലേ അപ്പം ഞമ്മ എന്തിനാക്കുന്നത് ഞമ്മ ഞാൻ ചൊല്ലിയാലല്ലേ നമുക്ക് കൂടെ ബേരമേ ആവണം എന്നിട്ട് അതേപോലെ ആക്കിക്കൊണ്ട് പോയെങ്കെന്തേ ഞാനും പണ്ടങ്ങനെ ചെല്ലിനി ഞാൻ ചെല്ലിയപ്പോൾ എന്നെ പുറത്താക്കിനരി കൂടെ ബേരമേ ഒരു വിദ്യാഭ്യാസ ബോർഡ് എല്ലാ വിഭാഗം കൂടിയിട്ട് നല്ല ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് ചൊല്ലിട്ടാൻ വെക്കും ഇപ്പം ഏതാ AP ഉസ്താദ് ചൊല്ലി അന്ന് ലീഗിൻ്റെ ഒരു നമ്മളെ എന്താക്കിനെ ബാഹ്യ ഹിക്സ് അല്ലെങ്കിൽ ലീഗിൻ്റെ അവരെല്ലാം കൂടിയിട്ട് ഞങ്ങളെ ഭിന്നിപ്പാക്കിനെ ശംസുലമാനെ നമ്മളെല്ലാം ഭിന്നിപ്പാക്കിയത് അവരാണ് ഈ വിഭാഗത്തിന് വിഭാഗീയതയ്ക്ക് കാരണം ഇപ്പം അമ്പലക്കടവ് പൈസയും മുസ്തഫ മുണ്ടപ്പാറ എല്ലാം അതിന് ശരി വെച്ചിന് അത് ശരി തന്നെ എന്നിട്ട് പിന്നെ സയ്യിദുലമയും ഇന്നലെ പത്രികാഗോഷ്ഠിയിൽ പറഞ്ഞത് അതേ വിഷയമാണ് അതേ അതിലേക്ക് തന്നെ സൂചനയാണ് കാരണം അയാൾ ഏറ്റവും അറിഞ്ഞ ആളാണ് അന്ന് വേറെ ആളുണ്ടായിനി ഭിന്നിക്കാനുണ്ടായി എന്നിട്ടാണ് മൂപ്പരും പറഞ്ഞത് അങ്ങനെ അവിടെ നല്ല വിഷയം ഇനിയിപ്പോൾ ഞമ്മ ഊർത്തവരെന്താക്കുന്നേ രണ്ട് വിഭാഗം ഞമ്മ കൂടെ കൂടിയിട്ട് വേറെ ഒരു ബോർഡാക്കിയ എന്താ വിദ്യാഭ്യാസ ബോർഡ് അതല്ലേ നല്ല ഇത് ബണ്ണയില്ലാതെ ഞമ്മ വെറുതെ ഇനിയും തച്ചോളിനെ IAPക്ക് എന്നിട്ട് ഗലട്ടായിക്കൊണ്ട് ആവശ്യം ഇല്ലല്ലോ ഇനി ഇപ്പം എല്ലാം സ്പഷ്ടമായിട്ട് വന്നല്ലേ എല്ലാം കറക്റ്റായല്ലേ വിഭാഗീയത അപ്പം ലീഗിൻ്റെ അവരാണ് ഇതിനെ ഇതാക്കിയത് ആവട്ടെ സമ്മതിക്കുക അവരെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആക്കിയിട്ടിരിക്കും ഇപ്പുറത്തുനിന്ന് അപ്പുറം പറഞ്ഞിട്ടാകുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടാവും അത് അങ്ങനെ സ്വാഭാവികമാണ് അപ്പുറം ഇപ്പുറം ഇതാക്കുന്നത് മനുഷ്യന്മാരുള്ളവിടെല്ലോ പിന്നെ അഭിപ്രായങ്ങളുണ്ടാവും അപ്പോൾ ഏതായിട്ടും വലിയ വലിയ മഹാന്മാർ ലീഗിൻ്റെ ഭിന്നിപ്പിക്കുമ്പോൾ നമ്മൾ നിന്ന് കൊടുത്തു എന്നുള്ളൊരു ധ്വനി വരുന്നത് അതെല്ലാം വേറെ വേറെ ചർച്ച വരും അതിൽ കേട്ട് പ്രശ്നമല്ല ഞമ്മയിപ്പോൾ കർണാടകത്തിൻ്റെ ഉസ്താദുമാരും ആലിമീങ്ങളും മുതലാളിമാരും എല്ലാം കൂടിയിട്ട് സെപ്പറേറ്റ് ആക്കണം ഞാനൊരു 16 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞിരിക്കും എന്നെ പുറത്താക്കിനരി ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് തന്നെ ഞമ്മ ഇനി 2 ഗ്രൂപ്പ് ഇപ്പോൾ ആവശ്യമില്ല 2 ഗ്രൂപ്പിൻ്റെ ഇത് തീർന്നല്ലേ ഇനിയിപ്പോൾ അതിൻ്റെ സത്വ നഷ്ടപ്പെട്ട് അത് 2 UAPക്ക് ആക്കിയത് അതായത് ഈ ലീഗിൻ്റെ ഓറും ഞമ്മ ആക്കിയതല്ല സുന്നത്ത് ജമാഅത്തിൻ്റെ പുത്തനാശയക്കാർ ലീഗിലുള്ള അവരെല്ലാം കൂടിയിട്ടാണ് ആക്കിയത് എന്നിട്ട് അപ്പം ഞമ്മ ഇനി ഒന്നാവണം പിടിക്കണം ആട്ട് മാഷാ അല്ലാഹ് നല്ല വിഷയമുണ്ട് ഇപ്പം ഞമ്മ കർണാടകത്തിൻ്റെ ഒരു ഇനിയും അങ്ങനെ പോണ അല്ല ഇനി എന്തെങ്കിലും മാറി ചിന്തിക്കണം എന്നുള്ള വിഷയം അതിന് നമ്മളെ ചർച്ച ആക്കാം ഈ ഗ്രൂപ്പിൽ നല്ല ചർച്ച അങ്ങനെയാണല്ലോ എല്ലാം ദുനിയാവിൽ പുതിയ പുതിയ ബദല ചേഞ്ചസുകളൊക്കെ അങ്ങനെയാണല്ലോ വന്നത് കാലത്തിൻ്റെ പോക്കിൻ്റെ ഒഴുക്കിൽ പലതും തകർന്നടിഞ്ഞിട്ടുണ്ട് പലതും അപ്പോൾ ഈ ഗ്രൂപ്പിസം ഇപ്പം തകർന്നടിയാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് സന്തോഷത്തോടെ കർണാടകക്കാർക്ക് ഒരു നേതൃത്വം വരുന്നപ്പോൾ ഇപ്പോൾ ഇവിടെ നേതൃത്വം ഇല്ല നേതാക്കന്മാരുണ്ട് നേതൃത്വം ഇല്ല അങ്ങനെയാണ് ഓരോരുത്തർക്കും അവരവരുടെ പോയ ബയ്യല്ലാതെ വേറൊന്നുമില്ല അവിടെ ഞമ്മ കേരളത്തിൽ മഴ വരുമ്പോൾ കൂടെ പിടിക്കുന്ന അവസ്ഥ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിനൊരു ചേഞ്ചസ് വേണം നമുക്ക് കർണാടകത്തിന് മൊത്തത്തിൽ ദൃഷ്ടിയിൽ വെച്ചിട്ട് നമുക്ക് നല്ലൊരു നേതൃത്വം ഉണ്ടാക്കണം എല്ലാവരും കൂടിയിട്ട് അതിന് ചിന്തിക്കും നിങ്ങൾ ഞാൻ പറഞ്ഞല്ലേ അങ്ങനെ വേണമെന്നില്ല അന്ന് തന്നെ ആക്കി ഞങ്ങൾ കറക്റ്റാവട്ടെ അങ്ങനെ ആക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു പന്തികേടും ഇല്ല അതിൽ നിങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് ഇറങ്ങുക നമുക്ക് പിന്നെ വയസ്സിലായി നമുക്കൊന്നും കഴിയില്ല നിങ്ങളെ ബാല്യക്കാരും ഇല്ല അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയെങ്കിൽ ഇൻഷാ അല്ലാഹ് നടക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ